ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോണിൽ പിക്ചർ റീസൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളാദ്യം പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് പിക്ചർ റീസൈസ് എന്നുള്ള ആപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ ആൻഡ് പിക്ചർ റീസൈസ്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കവർ പേജ് ആയിരിക്കും വരിക. നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നേരെ ഫോട്ടോ എടുത്തിട്ട് നേരെ പിക്ചർ ഇപ്പോൾ തന്നെ ഫോട്ടോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ടേക്ക് എ ഫോട്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് വേഗം റീസൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോട്ടോ ഓൾറെഡി ഉണ്ടെങ്കിൽ സെലക്ട് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യാം. റീസൈസ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അടിയിൽ റീസൈസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റത്തെ കസ്റ്റംസ് എന്നുണ്ടാവും, അതൊന്നും ചെയ്യേണ്ട. അടുത്ത വിഡ്ത്ത് ആൻഡ് ഹൈറ്റിലുള്ള കസ്റ്റംസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആദ്യം ലെങ്ത്ത് വരിക. അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ 200 എന്നും പിന്നെ അപ്പുറത്ത് 150 തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് ഓപ്ഷൻസ് വരും, ക്രോപ്പ്, സ്ട്രെച്ച്. ഇന്നത്തെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കുറയും. ക്രോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ക്രോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അങ്ങോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ലെങ്ത്തിലെടുക്കുക. എന്നിട്ട് അടിയിൽ വന്ന ക്രോപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ റീസൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്ട്രെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കുറയും. അതുകൊണ്ട് ക്രോപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാണിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ അത് സ്ട്രെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വലിഞ്ഞിട്ട് വരികയുള്ളൂ. അപ്പോൾ ക്ലാരിറ്റി ഒന്നുകൂടെ കുറയും. ക്രോപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ ഫോട്ടോസ് വെച്ചിട്ടാണ് ഫോട്ടോസ് റീസൈസ് ചെയ്തത്. ഇനി നമുക്ക് പെട്ടെന്ന് കുറേ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് എങ്ങനെ റീസൈസ് ചെയ്യാമെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ സാധാ ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ആദ്യം തന്നെ നമ്മളെടുത്തോളം സെലക്ട് ഇമേജസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് ഫോട്ടോസ് ആവശ്യം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അടിയിൽ വരുന്ന റീസൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത് വരുന്ന കസ്റ്റമിൽ നമ്മുടെ വെയ്റ്റും വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക. 200ഉം 150 തന്നെ. എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് ഫോട്ടോ റീസൈസ് ആയിട്ട് സേവായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് കുറേ ഫോട്ടോസ് ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓരോ ഫോട്ടോസ് സിംഗിളായിട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാണിച്ച പോലെ ചെയ്താൽ മതി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.